ജൂലൈ 24 നടക്കുന്ന നോർത്തേൺ ലൈറ്റ്സ് ആരും മിസ് ചെയ്യാതെ കാണുക. കാരണം ഇത് നോർത്തേൺ ഐലൻഡിലും ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങളിലും ഉള്ളവർക്കാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുന്നത്. രാത്രി 11 മണി തൊട്ട് രാവിലെ 2 മണി വരെ കാണാൻ കഴിയുന്ന ദൃശ്യവിസ്മയാണ്. കഴിഞ്ഞ മെയ് 10 മിസ്സാക്കിയവർക്ക് ഇന്നത്തെ നൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പറ്റുമെങ്കിൽ പിള്ളേരെയും കൂടെ കാണിക്കുക. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ അറോറ കാണാൻ പറ്റുന്നത്. ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ യാത്ര ആരംഭിക്കുന്നത് സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ്, അതായത് സൂര്യനിൽ നിന്ന്. സൗരക്കാറ്റ് അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റിക് സ്റ്റോം ഭൂമിയുടെ അന്തരീക്ഷവുമായി വരുമ്പോഴാണ് അറോറ ഉണ്ടാകുന്നത്. മണിക്കൂറിൽ 16 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് അത് വരുന്നത്. നോർവേ, കാനഡ, ഗ്രീൻലാൻഡ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ മിക്കവാറും ദിവസം ഉണ്ടാകാറുണ്ട്. പണ്ടുള്ള ആൾക്കാർക്ക് ഈ ലൈറ്റ് ഭയങ്കര പേടിയായിരുന്നു. അതായത് നോർവേയിൽ ഇത് ആത്മാക്കളുടെ നൃത്തമൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. പിങ്ക്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, വയലറ്റ് എന്നീ നിറങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ സൗരക്കാറ്റ് അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പെട്ടെന്ന് നോക്കാം. സൂര്യൻ ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയിലാണുള്ളത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ തുടങ്ങിയവ. ദ്രവ്യത്തിന്റെ ഏറ്റവും ശക്തിയുള്ള കണങ്ങളുള്ളത് പ്ലാസ്മയിലാണ്. പ്ലാസ്മയിലെ ചാർജ് ഉള്ള ഇലക്ട്രോഡുകൾക്ക് സൂര്യന്റെ ഗ്രാവിറ്റിയെ മറികടക്കാൻ സാധിക്കും. ഇത് സൗരക്കാറ്റിന് കാരണമാകുന്നു. ഈ സൗരക്കാറ്റ് സെക്കൻഡില് 400 കിലോമീറ്റർ വരെ വേഗത്തിൽ സൂര്യന്റെ പല ദിശകളിലേക്ക് പോകുന്നു. അത് അന്തരീക്ഷവുമായി ചേർന്ന് ഈ പറയുന്ന നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാകുന്നു. അതെന്തെങ്കിലും ആട്ടെ, വലിയ സംഭവമാണെന്ന് എന്തായാലും മനസ്സിലായില്ല. അപ്പോൾ മറക്കാതെ കാണുക, ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.